ഗാന്ധിജിയെ കൊന്നവർ ഗാന്ധിജിയുടെ പേരിലുള്ള അതിഗംഭീരമായ ഈ രാജ്യത്തിലെ ജനജീവിതത്തെ ആകെ സ്പർശിച്ച മഹത്തായ ഒരു നിയമത്തെയും കൊല്ലുകയാണ്. ഗാന്ധിജിയെ കൊല്ലുമ്പോൾ ഗോഡ്സെ റാം റാം എന്ന് വിളിച്ചാണ് നെഞ്ചിൽ നിറയുതിർത്തത്. ഗാന്ധിജിയുടെ പേരിലുള്ള മഹാത്മാഗാന്ധി ഗ്രാമീൺ റൂറൽ തൊഴിലുറപ്പ് പദ്ധതിയെ കൊല്ലുന്നതിന് മുമ്പും രാമൻ്റെ പേര് തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ജി റാം ജി എന്ന പേരിലാണ് ഈ ബില്ലിനെ ഇവർ കൊലപ്പെടുത്താൻ പോകുന്നത്. ഈ ബില്ലിനകത്ത് പറയുന്നത് നേരത്തെ 100 ദിനങ്ങൾ യൂണിയൻ ഗവൺമെൻറ് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ഉറപ്പ് കൊടുക്കുന്ന തൊഴിൽ ദിനങ്ങൾ അത് 75 ചുരുങ്ങുകയാണ്. പ്രയോഗത്തിൽ അത് 20 30 മാത്രമായി മാറുമെന്നുള്ളതും കാണേണ്ടുന്ന കാര്യമാണ്. അതിനൊപ്പം എല്ലാ അർത്ഥത്തിലും യൂണിയൻ ഗവൺമെൻറ്റാണ് പൂർണ്ണാർത്ഥത്തിൽ വേതനം നേരത്തെ നൽകിയിരുന്നെങ്കിൽ വേതനത്തിൻ്റെ വലിയൊരു പങ്ക് സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് എടുത്തിടുക എന്നുള്ളതാണ് പുതിയ നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനും പുറമെ നേരത്തെ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിയമം കൊണ്ടുവരുന്ന വേളയിൽ ആ നിയമത്തിനകത്ത് വ്യവസ്ഥ ചെയ്തിരുന്നു, ഇത് ഡിമാൻഡ് ഡ്രിവൺ പ്രൊജക്റ്റാണ്. എവിടെവിടങ്ങളിലെല്ലാമാണോ തൊഴിൽ ആവശ്യം വരുന്നത് അവിടങ്ങളിൽ തൊഴിൽ രൂപപ്പെടുത്തുന്നതിനും പ്രൊജക്റ്റുകൾ രൂപപ്പെടുത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവകാശമുണ്ടായിരിക്കുമെന്നും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന തൊഴിലിൻ്റെ വേതനം യൂണിയൻ ഗവൺമെൻറ് കൊടുക്കുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നു. എന്നാൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിൽ ദിനങ്ങൾ അത് 20 മാത്രമായി, തൊഴിൽ പ്രൊജക്റ്റുകൾ 20 മാത്രമായി പരിമിതിപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് 100 ദിനങ്ങൾ പോലും ലഭ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. അതിനൊപ്പം അവർ BJP സർക്കാർ വേതനം നേരിട്ട് കൊടുക്കുന്നതിന് പരിമിതികൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ആധാർ ലിങ്ക്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം അവതരിപ്പിച്ചു. അതിനൊപ്പം വർക്ക് ചെയ്യുന്ന സൈറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തത് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ പല വിധത്തിലുള്ള പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വേതനം ലഭിക്കാത്ത ഒരു വലിയ സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പോൾ പൂർണ്ണമായി തന്നെ ഈ പ്രൊജക്റ്റിനെ മഹാത്മാഗാന്ധിജിയുടെ പേരിലുള്ള മൻരേഗ എന്ന് ഇന്ത്യയിലെ സാധാരണക്കാർ വിളിക്കുന്ന MGNREG ആക്ടിനെ ഇല്ലാതാക്കുന്ന നീക്കമാണ് നടത്തുന്നത്. ഇതിനെതിരായി ലോകസഭയിലും രാജ്യസഭയിലും മാത്രമല്ല കർഷക തൊഴിലാളി സംഘടനകൾ, അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയനും അതിനൊപ്പം തന്നെ മറ്റെല്ലാ കർഷക തൊഴിലാളി സംഘടനകളും ഇതര കർഷക സംഘടനകളോട് ട്രേഡ് യൂണിയൻ സംഘടനകളോട് ചേർന്നുകൊണ്ടുള്ള വലിയൊരു പ്രക്ഷോഭത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.